വെൽക്കം ടു തമ്മിലൂസ് യൂട്യൂബ് ചാനൽ. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന നല്ല ക്യൂട്ട് സ്റ്റിക്കേഴ്സ് ആണ്. ഓപ്പൺ ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. ഈ ഒരു വരയിൽ നിന്ന് നമ്മുടെ ഇത് ഇങ്ങനെ ഇങ്ങോട്ടേക്ക് ആക്കാം. ഇതാ ഇനി നമ്മളുടെ ഇതിനകത്തൊന്ന് ഒട്ടിക്കുന്നുണ്ട്. ഇത് നോക്ക്, ഇങ്ങനത്തെ ഒരു സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാന്ന് എങ്ങനെയാന്ന് നമുക്കൊന്ന് നോക്കാം. അതിനായി നമ്മൾക്ക് ആദ്യം വേണ്ടത് ഒരു വൈറ്റ് A4 ഷീറ്റ്സ് ആണ്. ആദ്യം നമ്മൾ ഇങ്ങനത്തെ ഒരു ഷേപ്പ് വരക്കാം. രണ്ട് മേലെ ഒന്ന് വരക്കാം. അടുത്ത നമ്മൾ നല്ല ബിയറിനെ വരക്കാൻ പോണേ. അപ്പൊ ഞാനൊരു മൗസിനെ വരക്കാൻ പോണേ. ഇവിടെ ഇങ്ങനെ കളിട്ടുണ്ട്. ഇനി അടുത്തത് ഞാൻ ഒരു നല്ല റാബിറ്റിനെ വരക്കുന്നത്. അതിനായി നമ്മൾ മൊത്തം ഒരു ഷേപ്പിനെ വരക്കരുത്. നമ്മളിങ്ങനെ ഇങ്ങനെ ഒന്ന് വരക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഒരു കർവ് ഇങ്ങനെ ചെയ്തിട്ട് നമ്മളൊരു ഉള്ളിൽ നല്ല പൂവ് വരക്കാം. എന്നിട്ട് നമ്മളിങ്ങനെ ഇങ്ങനെ റാബിറ്റിനെ നല്ല വലുതാക്കിയിട്ട് നമ്മുടെ ഉള്ളിലും രണ്ട് ചെവിയും വരക്കാം. നമ്മുടെ വായും കണ്ണും പിന്നെ ഒരു സ്ഥലത്ത് മൂക്കുന്നതാണ് കേട്ടോ റാബിറ്റ്. ഇങ്ങനെ ഞാൻ ഡ്രോ ചെയ്തേ. അപ്പോൾ ഞാൻ ഒരു 3 റാബിറ്റിനെ വരച്ചിട്ടുണ്ട്. വരക്കാൻ പോകുന്നത് നമ്മുടെ ഒരു യൂണിക്കോണിയാണ്. ആ യൂണിക്കോണിനെ വരക്കുന്നത് ഇങ്ങനെ ഇടാം. ഇങ്ങനെ ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളിത് ഷേപ്പിലാണ് ഞാൻ വരക്കുന്നത്. ഇനി നമ്മുടെ ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. നമ്മുടെ ഒരു ക്യൂട്ട് കണ്ണു. നിങ്ങളെല്ലാവരും ഉണ്ടാക്കണമൊക്കെ. വായി വരക്കാം മുറിഞ്ഞു. ഓക്കെ, ഇനി നമ്മൾ ഈ കാലൊന്ന് വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു കൊമ്പ് ഇങ്ങനെ വരച്ചു കൊടുക്കാം. പിന്നെ നമ്മുടെ ഒരു ചെവിയും വരച്ചു കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മുടെ ഇവിടെ ഒരു നല്ല ഒരു പട്ടിക്കുട്ടീനെ വരക്കാം. സൈസ് ചെറുതായിപ്പോയി. സൈസ് ചെറുതാവാണ്ട് വരച്ചോ. എനിക്ക് കാരണം സൈസ് ചെറുതായ വേറെയാണ് വിചാരിക്കും. ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കുക. വരച്ച് കഴിഞ്ഞിട്ട് ഇങ്ങനെ ചെവിയൊക്കെ ഇങ്ങനെ വരച്ച് നമ്മുടെ ഒരു കണ്ണ് ഇങ്ങനെ, പിന്നെ ഈ ഒരു കണ്ണും ഇങ്ങനെ, പിന്നെ വായി ഇങ്ങനെ, പിന്നെ നമ്മുടെ കാലും കൈയും അത്രയൊക്കെ വേണ്ടു. ഇനി നമുക്ക് ഇതെല്ലാം ഒന്ന് കളർ കൊടുക്കാം. അതിന് വേണ്ടി ഞാൻ സ്കെച്ചും മാർക്കേഴ്സും ആണ് ഉപയോഗിക്കുന്നത്. കാരണം കളർ പെൻസിലും കളേഴ്സും ഉപയോഗിച്ച് അതിൻ്റെ ഇഫക്റ്റ് കിട്ടൂല. ഇത്രയും കളേഴ്സ് ഉണ്ട്. ആദ്യം ഞാനില്ലേ ഇവിടെ ഈ ഒരു പൂച്ചക്ക് നല്ല പിങ്ക് കളറാട്ടോ ഇതിൻ്റെ ചെവിൻ്റെ ഉള്ളിൽ കൊടുക്കുന്നത്. നമ്മളെന്ന് ചെവിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഒരു പിങ്ക് കളർ കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ ഡാർക്ക് പിങ്ക് എടുത്ത് ഇതിൻ്റെ ഈ ഒരു സ്ഥലത്തുനിന്ന് കൊടുക്കുന്നത്. നമ്മൾ അടുത്തത് മാർക്കേഴ്സ് ഉപയോഗിക്കാൻ പോണേ.
ഈ ഒരു പിങ്ക് എടുക്കുന്ന കേട്ടോ. ഈ ഒരു പിങ്ക് എടുത്തിട്ട് നമ്മൾ കളർ കൊടുക്കുന്നു. ഇതാ നമ്മളിത് ഇങ്ങനെ ഒന്ന് പതുക്കെ ഒന്ന് കൊടുക്കുക. ഇനി ഇവിടെ ഇങ്ങനെ അടച്ചു വെച്ചിട്ട് ഇതിൻ്റെ നോസിലെന്താ ഇതന്നെ കൊടുക്കാം. ഇനി നമുക്കിത് ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം. ഔട്ട്ലൈൻ ചെയ്യാൻ വേണ്ടി ഞാൻ ബ്ലാക്ക് കളർ മാർക്കർ എടുത്തിട്ട് ഇതാ അതിൻ്റെ സൈഡിൽ കൂടെ ഒന്ന് വരച്ചു കൊടുക്കുന്നുണ്ട്. ഇത് ഇങ്ങനെ ഒന്ന് വരക്കാം. ഇതിൻ്റെ കാലൊന്ന് വരച്ചു, കയ്യും ഒന്ന് വരച്ചിട്ട് എല്ലാം ഒന്ന് ഔട്ട്ലൈൻ ചെയ്യാം. പിന്നെ നമ്മുടെ ഈ ഒരു നെറ്റിയിലൊരു ഇത് അതിനെ ഔട്ട്ലൈൻ ചെയ്യാൻ പോവാ. ഈ ഡാർക്ക് കളർ മാർക്കർ വെച്ചിട്ട് ഇങ്ങനെ കളർ കൊടുക്കാം. ഇതെല്ലാം നമ്മുടെ ഈ മാർക്കർ വെച്ചിട്ട് നമ്മളിപ്പോ ഇതൊക്കെ ഒന്ന് ഡൺ ചെയ്തെടുത്തു. ഇനി നമ്മൾ ഇതെല്ലാം സീസേഴ്സ് വെച്ചിട്ട് തന്നെ കട്ട് ചെയ്യണം. നമ്മൾ ഇതെല്ലാം ഒരു ഫേസ് വിടാണ്ട് തന്നെ മുറിക്കാം. ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യാം. ഇങ്ങനെയെല്ലാം നമുക്ക് കട്ട് ചെയ്യാം കേട്ടോ. ഫ്രണ്ട്സ്, നമ്മൾ ഇതൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ഹാഫാക്കി വെച്ച ഈ ഒരു പേപ്പർ എടുക്കാം. ഈ പേപ്പർ എടുത്തിട്ട് നമ്മളുടെ ഈ ഒരു ടാപ്പ് എടുക്കാം. എനിക്ക് ഫസ്റ്റ് തന്നെ കിട്ടി. അങ്ങനെ അമർത്തിയിട്ട് ഇങ്ങനെ നോക്കിയാൽ മതി, കിട്ടും. ഇതോ നമ്മളത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മളൊന്ന് പതുക്കെ അമർത്തി വരാണ്ട് ഇവിടെ ഒന്ന് ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഈ ഒരു സ്ഥലത്ത് ഒട്ടിക്കാം. ഇങ്ങനെ ഒന്നും കിട്ടുന്ന എടുക്കരുതേ. നമ്മളിത് ഈ വീണ്ടും ഇങ്ങനെ ഒരു തന്നെ കട്ട് ചെയ്ത് വന്നു. ഇനി നമ്മള് ഇവിടൊക്കെ ഒന്ന് കട്ട് ചെയ്യാം. പശയാണ് കേട്ടോ, കത്രി മുറിക്കാൻ തുടങ്ങുവാണ്. അതേപോലെ തന്നെ ഇതും ഒന്ന് ഇതൊന്ന് ഇവിടെ രണ്ട് സൈഡിലും ഒന്ന് മുറിച്ചിട്ടുണ്ട്. ഇനി നമ്മളിത് ഇതിങ്ങനെ ഇങ്ങനെ നേർക്ക് മുറിക്കാം. അഥവാ ഇങ്ങനെ ഒന്ന് കുഞ്ഞി ഇങ്ങനെ വളവാറ്റി വന്നു പോയാൽ സാരമില്ല. ലാസ്റ്റ് ഫുള്ള് മുറിക്കരുത്, ഇത്ര മുറിച്ചിട്ട് എന്താ ഇങ്ങനെ മുറിക്കണം. അത് കഴിഞ്ഞിട്ട്
ഇതൊന്ന് മുറിച്ചിട്ട് ഈ വീണ്ടും എന്തോ ഇതെടുത്തിട്ട് ഇങ്ങനെ എടുക്കണം. ഇതെടുത്തിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച പ്ലേസ് എന്താ വീണ്ടും ഒരു ചൂടില്ലാണ്ട് അത്രയൊന്നും വേണ്ട. ഓക്കെ, നമ്മളിത് ഇങ്ങനെ ഒന്ന് ആക്കി നമ്മളിങ്ങനെ മുറിക്കാം. ഓക്കെ, ഇങ്ങനെ മുറിച്ച് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും ഈ സൈഡിലത്തെ ഒന്ന് മുറിക്കണം. ഓക്കെ ഓക്കെ, അതേപോലെ എന്നിട്ട് നമ്മൾ ഇങ്ങനെ ഇതാക്കിയിട്ട് എന്തോ ഇതെടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ ഇതോ ഇങ്ങനെ ഒട്ടിച്ചിട്ട് ഇതാക്കി മുറിച്ചെടുക്കാം. മുറിച്ചിട്ട് നമ്മളുടെ ഇതൊന്ന് വെച്ച് കൊടുക്കാം. ചിലത് ഇങ്ങനെ മാറിപ്പോകുന്നത് ഇത് ഇതാ നമ്മളിത് ഇതിങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ കൊടുക്കുന്ന നമ്മളിത് ഇങ്ങനെ ആക്കിയിട്ട് ഇനി നമ്മുടെ ഈ സൈഡ് ഒന്ന് കൊടുത്തെടുക്കാം. ആക്കിയിട്ടുണ്ട്. ഇനി നമ്മളിത് ഇങ്ങനെ മുറിച്ചിട്ട് ഇത് കുറച്ച് ഗ്യാപ്സ് വിടണം. ഇത് കട്ട് ചെയ്യുമ്പം മറ്റേത് കട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പും വിടാണ്ട് കട്ട് ചെയ്തിട്ട് ഇത് നമ്മൾ കുറച്ച് ഇങ്ങനത്തെ ഗ്യാപ്സ് ഒക്കെ ഇങ്ങനെ വരണം. അതേപോലെ തന്നെ നമ്മൾ ഈ മുറിക്കാം. ഇങ്ങനെ ആക്കിയിട്ട് ഇതെല്ലാം ഒന്ന് മുറിച്ചെടുക്കാം. എല്ലാം ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. എല്ലൊന്നുമില്ല, കുറച്ച് മുറിച്ചെടുത്തിട്ടുണ്ട്. ഈ യൂണിക്കോണിനെല്ലാം നമ്മളിങ്ങനെ മുറിച്ചെടുക്കാം. അപ്പം ഇതെല്ലാം മുറിച്ചു കഴിഞ്ഞു. ഇതൊക്കെയാണ് കേട്ടോ. ഇനി ഇത് ഇങ്ങനെ ആക്കിയിട്ട് ഇതിനകത്ത് ഒട്ടിക്കണം. എവിടെ വേണമെങ്കിലും ഒട്ടിക്കാം. പിന്നെ ബാക്കിയില്ല ഇന്നത്തെ കപ്പും. അപ്പം നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ റെഡി ആയിട്ടുണ്ട്. ഇങ്ങനെ നമ്മുടെ സ്റ്റിക്കേഴ്സ് ഒക്കെ ഉണ്ടാക്കാം. ഞാൻ അതിൽ നല്ല ക്യൂട്ടായിട്ട് ഇറക്കാം. ഒരു വര എടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതോ ഇങ്ങനെ പറ്റുന്നുണ്ട്. നമ്മളിത് ഈ ഒരു സാധനത്തിന് ഇവിടെ ഇങ്ങനെ മൂക്കുന്ന കണക്ക് വെക്കാം.